വെൽക്കം ടു ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിലൂടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഒരു പർച്ചേസ് എൻട്രി നടത്താം എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ അതിനായിട്ട് മുമ്പായിട്ട് തന്നെ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമ്മുടെ പ്രൊഡക്റ്റുകളുടെ ലിസ്റ്റും അതിന്റെ സ്റ്റോക്കും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ജസ്റ്റ് പ്രൊഡക്റ്റ് ബാർ സർവീസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന വ്യൂ ഓൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ആ ഒരു സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിലവിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകളും അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതിന്റെ സ്റ്റോക്കും അതിന്റെ HSN കോഡ്, GST ടാക്സ് പെർസെൻറ്റേജ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പം നിലവിൽ ഇതിനകത്ത് 2 പ്രൊഡക്റ്റുകൾ മാത്രമേ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ആ 2 പ്രൊഡക്റ്റുകളുടെ സ്റ്റോക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. നടത്താൻ വേണ്ടിയിട്ട് പർച്ചേസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. പർച്ചേസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ലെഫ്റ്റ് സൈഡ് കോർണറിൽ കാണുന്ന ക്രിയേറ്റ് ന്യൂ പർച്ചേസ് എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പുതിയതായി ഒരു വിൻഡോ വന്നിട്ടുണ്ടാവും. ഈ വിൻഡോയിൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ സപ്ലയറെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഏത് സപ്ലയറുടെ കയ്യിൽ നിന്നാണോ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആ ഒരു സപ്ലയറെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബില്ലിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് സെലക്ട് സപ്ലയർ എന്ന് പറഞ്ഞ സെക്ഷനിൽ പോവുക. ആ ഒരു സെക്ഷനിൽ പോകുമ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു വിൻഡോ വന്നിട്ടുണ്ട്. ഈ വിൻഡോയ്ക്കകത്ത് നിലവിൽ നമ്മുടെ സോഫ്റ്റ്വെയറിലുള്ള കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റും നമ്മുടെ സപ്ലയറുടെ ലിസ്റ്റും എല്ലാം ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് ഒരു സപ്ലയറെ മാത്രമേ നിലവിലുള്ളൂ. നമുക്ക് പുതിയതായിട്ട് ഉള്ള ഒരു സപ്ലയർ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഈ ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു പുതിയതായി വരുന്ന ഒരു സപ്ലയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഷോർട്ട് കട്ട് ആയിട്ട് തന്നെ ആഡ് ന്യൂ കസ്റ്റമറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് വരാൻ വേണ്ടി സാധിക്കും. ഇനി നിലവിൽ ഓൾറെഡി ഉള്ള ഒരു സപ്ലയർ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സപ്ലയറെ ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത ശേഷം എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബില്ലിംഗ് വിൻഡോയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പർച്ചേസ് വിൻഡോയിലേക്ക് ആ ഒരു സപ്ലയർ ആഡ് ആയിട്ടുണ്ടാവും. ശേഷം നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഡേറ്റും കാര്യങ്ങളും നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന പർച്ചേസ് ബിൽ നമ്പർ ഏതാണോ ആ ബിൽ നമ്പർ അത് ഇവിടെ എൻട്രി ചെയ്യുക. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് ഓരോന്നായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി നമുക്ക് ഈ ഗ്രീൻ ബാറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് നിലവിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ എൻട്രി ചെയ്തിരിക്കുന്ന ഐറ്റത്തിന്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ താഴേക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്തുനിന്ന് ഏതാണോ ആ ഒരു പർട്ടിക്കുലർ ഐറ്റം ആ ഐറ്റം സെലക്ട് ചെയ്യുക, എൻട്രി കൊടുക്കുക. ഇവിടെ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ ആ ഫസ്റ്റ് ലെറ്റർ അടിക്കുമ്പോൾ തന്നെ ആ പർട്ടിക്കുലർ ഐറ്റം സെലക്റ്റഡ് ആയിട്ട് തന്നെ മുകളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കണ്ടോ? അപ്പം ഏതാണോ ആ ഐറ്റം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, എൻട്രി കൊടുക്കുക. എൻട്രി ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സബ് സ്റ്റോക്ക് ആയിട്ടുള്ള ഐറ്റംസ് ആണെന്ന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഐറ്റത്തിന്റെ ലിസ്റ്റും അതിന്റെ നേരെ കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്തുനിന്ന് ഏതാണോ മീഡിയം ആണോ ലാർജ് ആണോ എക്സൽ ആണോ ആ ഒരു പർട്ടിക്കുലർ പീസിനെ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ലാർജ് ആണെന്നുണ്ടെങ്കിൽ ലാർജ് എന്ന് പറഞ്ഞ സെക്ഷൻ സെലക്ട് ചെയ്യുക, എൻട്രി കൊടുക്കുക. അപ്പോൾ ഒരു ഐറ്റം ലോഡായി. കണ്ടോ? പാൻസ് ലാർജ്. അതിനുശേഷം ഞാൻ വീണ്ടും എൻട്രി ചെയ്തിട്ട് ഷർട്ട് എന്ന് പറയുന്ന സെക്ഷനിൽ പോയി. ഷർട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് XXL എന്ന് പറയുന്ന സെക്ഷനാണ് ഞാൻ കൊടുക്കുന്നത്. ആ XXL സെലക്ട് ചെയ്യുക, എൻട്രി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ ടോട്ടലായിട്ട് എത്ര പീസാണ് ഇത് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നതിനുള്ള കാര്യം കൊടുക്കുക. ഞാനിവിടെ ഒരു 50 പീസാണെങ്കിൽ 50 പീസ് എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഓരോന്നിൻ്റെ നമ്മുടെ ക്വാണ്ടിറ്റി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന റേറ്റ് എത്രയാണോ കൊടുക്കുന്നത് ആ റേറ്റ് ഇവിടെ. ആദ്യത്തെ പ്രൊഡക്റ്റിന് ഞാനൊരു 500 രൂപയും രണ്ടാമത്തെ പ്രൊഡക്റ്റിന് 1000 രൂപയും പെർ പീസിന് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പം നമ്മൾ ടോട്ടൽ ആയിട്ടുള്ള ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഞാൻ എൻട്രി ചെയ്തു. ഇപ്പം 2 പ്രൊഡക്റ്റുകൾ മാത്രമേ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് 2 പ്രൊഡക്റ്റുകൾ മാത്രം ഞാൻ ലോഡ് ചെയ്തു. ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന ബില്ലിനകത്ത് എന്തെങ്കിലും ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. പർച്ചേസ് ഡിസ്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബിൽ എമൗണ്ട് ആയിട്ടോ അല്ലെ പെർസെൻറ്റേജിലായിട്ടോ ഈ എമൗണ്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്നും നമ്മൾ പർച്ചേസ് എൻട്രി നടത്തി കിട്ടുമ്പോൾ ഉള്ള ടോട്ടൽ എമൗണ്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് തമ്മിൽ ടാലി ആയിരിക്കണം. ആ ഒരു കണ്ടീഷൻ. അപ്പൊ അത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്ത ശേഷം നമുക്ക് താഴെ കാണാൻ പറ്റും സേവ് ഇൻവോയ്സും ഉണ്ട്, പേ ആൻഡ് പ്രിന്റ് എന്ന് പറഞ്ഞൊരു സെക്ഷനും ഉണ്ട്. ഇവിടെ സേവ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് ബില്ലുകളാണെന്നുണ്ടെങ്കിൽ സേവ് ഇൻവോയ്സ് ക്ലിക്ക് ചെയ്യാം.
അതേസമയം തന്നെ ഫുൾ പേയ്മെന്റും കൊടുത്തിട്ടാണ് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേ ആൻഡ് പ്രിന്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് ഇവിടെ, അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി അതല്ല, പാർഷ്യൽ പേയ്മെന്റ് ആണ്, പകുതി പേയ്മെന്റ് ഇപ്പോഴും പകുതി പേയ്മെന്റ് നെക്സ്റ്റ് പർച്ചേസിനും കൊടുക്കാം എന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പേയ്മെന്റ്സ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട് ലെഫ്റ്റ് സൈഡ് കോർണർ താഴെ, ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക്. ആ ഒരു സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വരുന്ന വിൻഡോയിൽ ഒരു പ്ലസ് ബട്ടണും കാണാം, ഒരു മൈനസ് ബട്ടണും കാണാം. ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പേയ്മെന്റ് എൻട്രി നടത്താം. ജസ്റ്റ് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയതായിട്ടൊരു വിൻഡോ വന്നിട്ടുണ്ടാവും, കണ്ടോ? ഈ വിൻഡോയ്ക്കകത്ത് ടോട്ടൽ ആയിട്ടുള്ള ബിൽ എമൗണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ ഒരു 20,000 റുപ്പീസ് ഞാനിവിടെ എൻ്റർ ചെയ്തു. അതിനുശേഷം പെയ്ഡ് ഡേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. മാനുവലായിട്ട് സിസ്റ്റം ഡേറ്റ് തന്നെയായിരിക്കും വരിക. അപ്പം ഞാൻ അതൊന്നും മാറ്റുന്നില്ല, വേണമെങ്കിൽ നമുക്ക് ചേഞ്ചസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ജസ്റ്റ് സേവ് പേയ്മെന്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ബില്ലിന് അഗെയിൻസ്റ്റ് ആയിട്ട് 20,000 റുപ്പീസ് നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത്രയും ക്വാണ്ടിറ്റി സ്റ്റോക്കിലേക്ക് കയറുന്നും ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഈ വിൻഡോ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനിപ്പോൾ ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന ആ പർച്ചേസ് ബില്ല് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിന്റെ ടോട്ടൽ ആയിട്ടുള്ള എമൗണ്ട് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഗ്രാൻഡ് ടോട്ടലിൽ 75,000 ആണ്. അതിനകത്ത് ടോട്ടൽ പെയ്ഡ് ചെയ്യിക്കാൻ 20,000 മാത്രമേ ഉള്ളൂ. ബാക്കി 55,000 ബാലൻസ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഇതിന്റെ സ്റ്റോക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സ്റ്റോക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ബാർ സർവീസിലാണ് പോവുക. പ്രൊഡക്റ്റ് ബാർ സർവീസിൽ വന്ന ശേഷം ജസ്റ്റ് വ്യൂ ഓൾ പ്രൊഡക്റ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. റീഫ്രഷ് ചെയ്യാനാണ് അത് ക്ലിക്ക് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്തായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒരു നമുക്ക് നമ്മുടെ ഒരു പർച്ചേസ് ബില്ല് അല്ലെങ്കിൽ ഒരു പർച്ചേസ് ബില്ല് നമ്മുടെ സ്റ്റോക്കിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി സാധിക്കും. വളരെ ഈസിയാണ്, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആ പ്രൊഡക്റ്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളായിരിക്കും ഈ തൊട്ട് താഴെ കാണിച്ചിരിക്കുന്നവ ഓരോന്നും. ആ പ്രൊഡക്റ്റ് ഏതെങ്കിലും സമയത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ, എത്ര രൂപയുടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഏത് സമയത്ത് പർച്ചേസ് ചെയ്യണം, അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വളരെ ഈസിയാണ്, വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോസ്.